നമസ്കാരം. 3 മണി വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പാനൂർ സ്ഫോടനത്തിൽ വിശദീകരണവുമായി CPIM. മരിച്ചവരുടെ വീട് സന്ദർശിച്ചത് നാട്ടുനടപ്പെന്ന മുഖ്യമന്ത്രി. കുറ്റവാളികളോട് മൃദു സമീപനമില്ലെന്നും പിണറായി വിജയൻ. പിടിയിലായത് സന്നദ്ധ പ്രവർത്തനം നടത്താൻ പോയവരെന്ന് MV ഗോവിന്ദൻ. ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിയാൻ CPM ആകില്ലെന്ന് VD സതീശൻ. തൃശൂരിൽ CPIM-ന് അധിക സ്വത്തുക്കളുള്ളതായി ED. കണ്ടെത്തിയ വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ചു. പാർട്ടിക്ക് രഹസ്യ അക്കൗണ്ടില്ലെന്ന് MM വർഗീസ്. PK ബിജുവും MM വർഗീസും ഹാജരായി. വിവാദങ്ങൾക്കിടെ കേരള സ്റ്റോറി പ്രദർശിപ്പിച്ചതിൽ വിശദീകരണവുമായി ഇടുക്കി രൂപത. സിനിമ പ്രണയ ചതിക്കുഴിയെക്കുറിച്ച് ബോധവൽക്കരിക്കുന്നതിന്. വിവാദമായത് വർഗീയ മാനം നൽകിയതിനാലുള്ളതെന്നും രൂപത. കേരള സ്റ്റോറി കള്ളക്കഥയെന്ന പ്രതിപക്ഷ നേതാവ്. ചിത്രത്തിൽ കേരള കമ്മ്യൂണിസ്റ്റ് മുസ്ലിം വിരുദ്ധത മാത്രമെന്ന MV ഗോവിന്ദൻ. ഹൈറിച്ച് തട്ടിപ്പ് കേസ് CBIക്ക്. സർക്കാർ ഉത്തരവിറക്കി. കേസിന്റെ വിശദാംശങ്ങൾ CBIക്ക് കൈമാറി. സ്വർണ്ണവിലയിൽ കുതിപ്പ് തുടരുന്നു. പവന് 240 രൂപ ഇന്നും വർദ്ധിച്ചു. നിലവിലെ വ്യാപാരം 52,000 കവിഞ്ഞു. അരുണാചലിലെ മലയാളികളുടെ മരണത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. മുഖ്യ സൂത്രധാരൻ നവീൻ എന്ന അന്വേഷണ സംഘം. മരണം 7 വർഷത്തെ ആസൂത്രണത്തിനൊടുവിൽ.